നമ്മൾ കൂടുതൽ ജാഗ്രതയുള്ളവരാകേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഇന്ത്യ എല്ലാ തലങ്ങളിലും ഒരു സൂപ്പർ പവർ ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക രംഗത്ത് ഇന്ത്യ സൂപ്പർ പവർ ആകാൻ ശ്രമിക്കുന്നു, അതിലേക്ക് അടുക്കുന്നു എന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഇന്ത്യ സാമ്പത്തിക ശക്തിയായിട്ട് വളരുകയാണ്. അങ്ങനെ വളരുമ്പോഴും ഒത്തിരി പട്ടിണി പാപങ്ങൾ ഇന്ത്യയിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും നമ്മുടെ മുമ്പിലുണ്ട്. കുറേ പേര് തീർച്ചയായിട്ടും വളരുന്നുണ്ട്, അതേസമയം കുറേ പേര് അവിടെ തന്നെ നിൽക്കുന്നു, കുറേ പേര് താഴോട്ട് പോകുന്നു. ഈ ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. അതും ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ആയുധശക്തി, ആയുധബലം, ആ രീതിയിലും ഇന്ത്യ വളരുന്നു. അണുശക്തി ആണല്ലോ അതിൻ്റെ ഒരു മാനദണ്ഡമായിട്ട് കണക്കാക്കുന്നത്. അങ്ങനെ അതിലൊക്കെ വീമ്പടിക്കുന്ന ഒരു രാജ്യമാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് ഒരു സൂപ്പർ പവറായിട്ട് വളരാനായിട്ട് ശ്രമിക്കുകയാണ് ഇന്ത്യ. അതിൻ്റെ ഭാഗമായിട്ടാണ് NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 രൂപം കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു നോളജ്, അറിവിൻ്റെ തലത്തിൽ, വൈജ്ഞാനിക മണ്ഡലത്തിലും ഒരു സൂപ്പർ പവറായിട്ട്, ഗ്ലോബൽ സൂപ്പർ പവറായിട്ട് തീരുക എന്നുള്ളതാണ് ലക്ഷ്യം. അത് 2030 അത് പൂർണ്ണമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുവാനുള്ള ശ്രമത്തിലാണ്. നമുക്ക് ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ എയ്ഡഡ് മേഖല തീർച്ചയായിട്ടും വളരെയധികം ഭീഷണിയും നേരിടുന്നുണ്ട്. വാസ്തവത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ ഇത്രമാത്രം കോൺട്രിബ്യൂഷൻ നടത്തിയ ഒരു വിദ്യാഭ്യാസ ഏജൻസി, സഭയെപ്പോലെ ഇത്രമാത്രം ഈ രംഗത്ത് പ്രവർത്തിച്ച, അതൊരു പ്രത്യേകിച്ച് സ്വാർത്ഥപരമായ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, തികച്ചും ഒരു ദേശീയ ബോധത്തോടുകൂടെ ഉള്ള പ്രവർത്തനമായിരുന്നു നമ്മുടേത്. ആ രീതിയിൽ ഇത്രമാത്രം സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന ഏജൻസി എന്ന നിലയിൽ ക്രൈസ്തവ സമൂഹം കൂടുതൽ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് കൂടുതൽ പരിഗണിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ അത് സംഭവിക്കുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ്. നമ്മൾ ഒത്തിരിയധികം വെല്ലുവിളികൾ നേരിടുന്നു. നമുക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ പോലും നമ്മൾ നേടിയെടുക്കണമെങ്കിൽ കോടതി കയറേണ്ട ഒരവസ്ഥാവിശേഷം. അപ്പോൾ പിന്നെ ഈ ഭരണഘടനാ അവകാശം എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഈ സൂപ്പർ പവർ, എഡ്യൂക്കേഷണൽ സൂപ്പർ പവറാകാനുള്ള വ്യഗ്രതയിൽ തയ്യാറാക്കിയിരിക്കുന്ന NEP-യിലെ വാസ്തവത്തിൽ മൈനോറിറ്റി റൈറ്റിനെ പറ്റി യാതൊന്നും തന്നെ പരാമർശിക്കുന്നില്ല. അത് ഏതാണ്ട് ഇഗ്നോർ ചെയ്യപ്പെട്ട അവസ്ഥയിലാണ്. അതുപോലെ തന്നെ ഞാൻ ഈ രംഗത്ത് നമ്മുടെ മൈനോറിറ്റി റൈറ്റിൻ്റെ ഈ വിദ്യാഭ്യാസ അവകാശം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഭരണഘടന നൽകുന്നത് നമുക്ക് ഒരു ന്യൂനപക്ഷ അവകാശം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കൾച്ചറ്, നമ്മുടെ മൊറാലിറ്റി, നമ്മുടെ അതൊക്കെ ഒന്ന് സംരക്ഷിക്കുവാൻ ഉള്ള ഒരു അവകാശം കൂടിയാണല്ലോ. പക്ഷേ അങ്ങനെയുള്ള ആ രീതിയിൽ നിന്നൊക്കെ ഒത്തിരി വ്യതിചലിച്ച് പോകുന്നതായിട്ട് തോന്നിപ്പോവുകയാണ്. വാസ്തവത്തിൽ ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് ഒത്തിരിയധികം പുരോഗതി ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും പുരോഗതി ഉണ്ടാകുന്നുണ്ട്, അക്കാഡമിക്കായിട്ട് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം അത് ഇവിടെ വേണ്ടത്ര ഗൗരവമായി കണക്കിലെടുക്കുന്നുണ്ടോ എന്നുള്ളതിനെപ്പറ്റി എനിക്ക് ബലമായ സംശയമുണ്ട്. എന്തിനാണ് വിദ്യാഭ്യാസ ലക്ഷ്യം? എന്താണ് നമ്മുടെ പൂർവികർ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു? പൗരാണിക കാലം മുതലുള്ള വിദ്യാഭ്യാസ വീക്ഷണം എന്തായിരുന്നു? അതൊക്കെ ഇന്ന് പാടെ വിസ്മരിക്കപ്പെടുന്ന ഒരു സാഹചര്യം കാണുകയാണ്. അതായത് ഇതിൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നല്ല മനുഷ്യ വ്യക്തിത്വങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണല്ലോ. നല്ല വ്യക്തികളെ രൂപപ്പെടുത്തിയെടുക്കുക, നല്ല എന്ന് പറഞ്ഞാൽ ആദർശശുദ്ധിയുള്ള വ്യക്തികളെ രൂപപ്പെടുത്തിയെടുക്കുക, അങ്ങനെ നല്ല മനുഷ്യരെ വാർത്തെടുക്കുക എന്നുള്ളത്. അവിടെ ആ സ്വഭാവ രൂപീകരണത്തിനൊക്കെ പ്രത്യേകിച്ച് പ്രാധാന്യമുണ്ട്, മൊറാലിറ്റിക്ക് പ്രാധാന്യമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇന്ന് വാസ്തവത്തിൽ അത് നിശബ്ദമായിരിക്കാനായി തോന്നിപ്പോകുന്നു. ഈയിടെ ഞാൻ കേട്ടു, നമ്മുടെ ഈ അതിരൂപതയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു കോളേജിൽ സംഭവിച്ചൊരു കാര്യം. ഇന്ന് വളരെ ഫ്രീ ആണല്ലോ, ഇന്നത്തെ ഒത്തിരി ഫ്രീഡം അനുഭവിച്ച് വരികയാണ്.
ഒരു വിദ്യാർത്ഥിയും ഒരു വിദ്യാർത്ഥിനിയും സാധാരണയിൽ കവിഞ്ഞുള്ള അമിതമായ ഒരു സ്വാതന്ത്ര്യം എടുത്ത് അവിടെ വ്യാപരിക്കുന്നത് കണ്ടപ്പോൾ പ്രിൻസിപ്പാള് അല്പം ഒരു ഉപദേശവേണ അവരോട് സംസാരിച്ചപ്പോഴേക്കും പിന്നെ ആൺകുട്ടി യുവാവ് പറയുകയാണ്, ഞങ്ങളെ എത്തിക്സ് ഒന്നും പഠിപ്പിക്കാൻ വരണ്ട, ഞങ്ങൾ ഇതിനു വേണ്ടിയല്ല വന്നിരിക്കുന്നത് എന്ന് മുഖത്ത് നോക്കി പ്രിൻസിപ്പാളിനോട് പറഞ്ഞെങ്കിൽ നമ്മുടെ ഇന്നത്തെ തലമുറയുടെ മനോഭാവം എങ്ങോട്ട് പോകുന്നു? അപ്പോൾ എത്തിക്സ് എന്ന് പറഞ്ഞാൽ നല്ലതും തിന്മയും നല്ലതേതേ തിന്മയേതേന്ന് തിരിച്ചറിഞ്ഞ് നല്ലതിനെ പുലുകുവാൻ സഹായിക്കുന്ന വിദ്യാഭ്യാസമില്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ അർത്ഥം എന്താണ്? എന്തിനു വേണ്ടിയാണുള്ളത്? അപ്പോൾ അതേപ്പറ്റി ഒന്ന് അതിനുള്ള ഡയറക്ഷൻ കൊടുക്കാൻ പോലുമുള്ള പിന്നെ സാധ്യത നമ്മുടെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ ഇല്ലാതെ പോവുകയാണ്. ആ ഒരു കാഴ്ചപ്പാടാണ് വളർന്നു വരുന്നതെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടി ഈ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കൂടുതൽ നമ്മുടെ ക്രൈസ്തവ സമൂഹം അത് വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളിൽപ്പെട്ടവർ ഈ കാര്യത്തെക്കുറിച്ച് ഒന്നിച്ച് ചിന്തിക്കുവാൻ കൂടുതൽ അടുത്ത് വരേണ്ടതായിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. നമ്മൾ ഒരുമിച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്, ഒരുമിച്ച് നമ്മുടെ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഇടയിൽ ഒരു ഭിന്നസ്വരം ഈ കാര്യത്തിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഏക സ്വരത്തിൽ ഏക മനസ്സോടെ ശക്തിയോടുകൂടെ നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതേപ്പറ്റി വ്യക്തമായ പഠനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്, ആഴമായ പഠനം നടത്തേണ്ടതായിട്ടുണ്ട്. അതിനുള്ള നല്ലൊരു വിദഗ്ധ സമിതി തീർച്ചയായിട്ടും നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യണം. ഒരു ടാസ്ക് ഫോഴ്സ് എന്ന നിലയിൽ ഒരു നല്ലൊരു സമിതി ഇവിടെ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അത് എല്ലാ സഭകളുടെയും പ്രതിനിധികളെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സമിതി, നിരന്തരമായി ജാഗ്രത പുലർത്തുന്ന ഒരു സമിതി. അതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ മറ്റ് വിവിധ തലങ്ങളിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ നടപടികൾ വരുമ്പോൾ അതിന് വരായികൾ അതിന് ഗുണദോഷങ്ങൾ വിലയിരുത്തി അപ്പോഴപ്പോൾ ശ്രദ്ധയിൽപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നമുക്ക് പിന്നോക്കം പോകേണ്ട കാര്യമില്ല. കാരണം നമുക്ക് നമ്മുടെ അവകാശങ്ങൾ നമുക്ക് നൽകുന്ന നീതിപൂർവ്വം നമുക്കത് അവകാശപ്പെടാൻ സാധിക്കുന്ന ഭരണഘടനയിലുള്ളതാണ്. നമ്മളതിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ്. അല്ലാതെ തന്നെ അടിസ്ഥാനമായ മനുഷ്യൻ്റെ അവകാശം കൂടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആ രീതിയിൽ ഇതേക്കുറിച്ച് പഠിക്കുവാനും ഓരോരോ പുതിയ സംരംഭങ്ങൾ വരുമ്പോൾ അതിനെ വിലയിരുത്തി അവതരിപ്പിക്കാനും ഒക്കെ നമുക്ക് സാധിക്കണം.